വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിതാ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ്. വീടിൻ്റെ തൊട്ട് പിറകിലുള്ള തോട്ടത്തിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ അച്ഛൻ ഈ കമ്പ് വെട്ടിയത്. വട്ടക്കമ്പാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. ഒരുപാട് ക്രിസ്മസ് കടന്നുപോയി. അതിൽ സ്കൂളിൽ പഠിച്ച സമയത്തും കോളേജിൽ പഠിച്ച സമയത്തും മാത്രമാണ് ഞാൻ വീട്ടിൽ ക്രിസ്മസ് കൂടിക്കൊണ്ടിരുന്നത്. ജോലിക്ക് കയറി കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെ വീട്ടിൽ ക്രിസ്മസ് കൂടാൻ പറ്റിയിട്ടില്ല. ഞാൻ ലുലു ഫഞ്ചൂറയിലായിരുന്നല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഗെയിം സെക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഓണ ടൈമിലൊക്കെ ആയിരിക്കുമല്ലോ അവിടെ തിരക്ക് കൂടുതൽ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിൽ ക്രിസ്മസ് കൂടിയിട്ടേ ഇല്ല. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പണ്ട് നമ്മൾ പിള്ളേർ സെറ്റെല്ലാം കൂടെ ഞാൻ കിങ്ങിണി ടെൻസണ്ണൻ ടെസ് ചേച്ചി രതീഷണ്ണൻ തുഷാര ചേച്ചി നമ്മളെല്ലാവരുടെ ടീമായിട്ട് ഇറങ്ങും. എന്നിട്ട് പോയി ഇതുപോലെ വട്ടക്കമ്പൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ആ സമയത്തൊക്കെ പുൽക്കൂടായിരുന്നു കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഇതുവരെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടേ ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പുൽക്കൂട് ഉണ്ടാക്കാനാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് പോയി വട്ടക്കമ്പൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കനാലിൻ്റെ അവിടെ ഇഷ്ടം പോലെ പുൽക്കൂട് ഉണ്ടാക്കുന്ന പുല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനേ ഇല്ല. ഇപ്പോൾ ഫുള്ള് കാട് കയറി നിൽക്കുക. അങ്ങനെ എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് ഓരോ വീട്ടിലും പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ പോയി നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ റിലേറ്റീവ്സ് തന്നെയാണ്. അപ്പുറം ഇപ്പുറം തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അവരവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കിയ പുൽക്കൂട് കാണാനൊക്കെ പോകും. അതൊക്കെ ഒരു കാലമല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിയുമെന്ന് പോലും എനിക്കറിയത്തില്ല. ലിയോണയും ഭയങ്കര ചാട്ടമായിരുന്നത് കണ്ടിട്ട് ക്രിസ്മസ് വന്നെന്ന് പറഞ്ഞ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളും അതിൻ്റെ റേറ്റും ആണ് കേട്ടോ. ആദ്യം തന്നെ മെരി ക്രിസ്മസ് എന്ന് എഴുതിയ ഈ ഒരെണ്ണമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 98 രൂപയായിരുന്നു. അതിനുശേഷം ഈ ബോൾസാണ് തിളക്കമുള്ള ഈ ഒരു ബോൾസ് 6 എണ്ണം വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 58 രൂപയായിരുന്നേ. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കുഞ്ഞ് സാൻഡാസിനെയാണ്. ഇത് ഫസ്റ്റ് ഞാൻ കടയിൽ കയറിയപ്പോഴത്തേക്കിനും കുറേ ബോൾസും ഒരു സാൻഡയും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ വാങ്ങുവാണെങ്കിൽ നഷ്ടമായിരിക്കും. കാരണം കുറേ പാക്കറ്റ് വാങ്ങേണ്ടി വരുമല്ലോ. അതിൽ നിന്ന് ഒരു സാൻഡ വെച്ചല്ലേ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ റേറ്റ് 68 രൂപയായിരുന്നു കേട്ടോ. അടുത്തത് ഈ ഒരു ചെണ്ട സെറ്റാണ്. ഇതും 6 എണ്ണം വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 65 രൂപയായിരുന്നേ. ഇതെല്ലാം ഞാൻ ഒരു കടയിൽ നിന്നല്ല കേട്ടോ വാങ്ങിയത്. പല കടയിൽ കയറിയിട്ടാണ് വാങ്ങിയത്. അതും ഒരുപാട് അലഞ്ഞ് നടന്നിട്ടാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഈ നോർമൽ ആയിട്ടുള്ള ബോൾസാണ്. ഇതിന് 60 രൂപയായിരുന്നു കേട്ടോ റേറ്റ്. ഈ ഒരു പാക്കറ്റിൽ 12 ബോൾസാണ് കേട്ടോ വരുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ സ്റ്റാർ ആണല്ലോ. പക്ഷേ എനിക്ക് സ്റ്റാർ വാങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു സ്റ്റാർ വാങ്ങി. ഈ ഒരു ഗോൾഡൻ കളർ. ഇതിന് 10 രൂപയാണ് കേട്ടോ. നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും കുറേ സ്റ്റാർ വേണം തൂക്കിയിടാൻ. പക്ഷേ ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് എനിക്ക് സ്റ്റാർ അധികം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ പണ്ട് വാങ്ങിയ സ്റ്റാറൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു സാൻഡയ്ക്ക് 39 രൂപയാണ് കേട്ടോ. ഇതെനിക്ക് കുറച്ച് അനാവശ്യമായിട്ട് തോന്നി. കാരണം ഞാൻ കുഞ്ഞ് സാൻഡ വാങ്ങിച്ച് പിന്നെ വലിയൊരു സാൻഡ വാങ്ങിച്ച് പിന്നെ ഈ ഒരു ഇടത്തരം സാൻഡയും വാങ്ങിച്ചു. ഈ ഇടത്തരം സാൻഡ കുറച്ച് ആഡംബരമായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. പിന്നെ ഈ ഒരു വലിയ സാൻഡ ഇതിൻ്റെ റേറ്റ് 68 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ ക്രിസ്മസ് ട്രീയുടെ മേളിൽ ഏറ്റവും ടോപ്പിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് നമ്മുടെ മെയിൻ സാധനം. നമുക്ക് ക്രിസ്മസ് ട്രീ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറും സിൽവർ കളറുമാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് ഒരെണ്ണത്തിന് 25 രൂപയാണ് കേട്ടോ. അതിൽ സിൽവർ ഞാൻ 10 എണ്ണവും അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ അതും 10 എണ്ണമാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷേ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു സിൽവർ കളർ വാങ്ങേണ്ടിയിരുന്നില്ല എന്ന്. കാരണം ഗ്രീൻ കളറാണല്ലോ നമ്മൾ ട്രീക്ക് മെയിനായിട്ടും വേണ്ടത്. പിന്നെ ഞാനൊരു ഗുമ്മിരുന്നോട്ടെ കുറച്ച് വെറൈറ്റി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു സിൽവർ കളറൂടെ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാപ്പാണ് കേട്ടോ. ഇതിന് 90 രൂപയാണ് റേറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ ഒരു ട്രീയുടെ ഇതൊക്കെ അതിൻ്റെ അകത്ത് ആ ഒരു ക്യാപ്പിലുണ്ട്. നല്ല മിനുക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ട്രീയുടെ ആദ്യത്തെ പടി കഴിഞ്ഞു. ഇതാണ് അച്ഛൻ ഉണ്ടാക്കി തന്നത് കേട്ടോ. ഇത് താഴ്ഭാഗത്ത് ഇങ്ങനെ കമ്പ് വെച്ചിട്ടുണ്ട്. അത് അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ അകത്താണ് കേട്ടോ ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച ആ 2 ഗ്രാസും ഇതിൻ്റെ അകത്ത് തികയുമോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. എന്തായാലും നമുക്ക് മുന്നും പിന്നും നോക്കാതെ അങ്ങോട്ടങ്ങ് തുടങ്ങിക്കളയാം. അങ്ങനെ ആത്മവിശ്വാസത്തോടെ ഞാൻ ട്രീ മേക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാന്ന്. പണ്ട് നമ്മൾ പുൽക്കൂടായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. അതും ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഗൈസ്.
കുഞ്ഞിലെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാങ് ആയിരിക്കും. ഇവിടെ തന്നെ ഞാനും ചേച്ചിയും കൂടെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വാങ്ങി ഇത്രയും ഗ്രാസ് വെച്ചിട്ട് ഞാൻ വിചാരിച്ച് ഒരു ട്രീ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന ട്രീ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായി. കാരണം ഈ ഗ്രാസ് വലിയ എന്ന് വെച്ചാൽ കട്ടി പോലുള്ളതല്ല. ഇത് 2 റൗണ്ട് ചുറ്റി വരുമ്പോഴേ അറിയാമല്ലോ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന്. ഞാൻ ഉദ്ദേശിച്ചത് മേളിൽ കുറച്ച് ഗ്രീന്, അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് സിൽവർ, പിന്നെ തൊട്ട് താഴെ ഗ്രീന്, പിന്നെ തൊട്ട് താഴെ സിൽവർ, അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പണിപാളി ഗൈസ്. നിങ്ങൾ വഴിയെ കണ്ടു എന്താണ് പ്രശ്നമെന്ന്. നേരത്തെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടവുമായിരുന്നു. പക്ഷേ ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ലായ്മയല്ല, മടിയെന്ന് പറയാം. കാരണം ഫോണൊക്കെ വന്നില്ലേ, പണ്ടൊന്നും ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ടൈം പോകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. നേരത്തെ ആണെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്നിട്ടിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമായിരുന്നു. പൂക്കളൊക്കെ ഉണ്ടാക്കുക, അങ്ങനെ കുറേ പണികളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അത് മടിയായിട്ട് മാറി. അങ്ങനത്തെയൊക്കെ ചെയ്യാൻ ഭയങ്കര മെനക്കേടായിട്ടുള്ള പണിയായിട്ട് എനിക്കിപ്പം മാറി. ഇപ്പം തന്നെ ഇത് ഞാൻ ഉണ്ടാക്കാനായിട്ട് മെനക്കെട്ട് ഇറങ്ങി. കുറച്ചുണ്ടാക്കിയപ്പോഴേ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരെ മനസ്സിൽ വന്നു കേട്ടോ. അത് മടി കൊണ്ടാണ്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നമുക്കൊരു മടി പിടിക്കുമല്ലോ, അങ്ങനത്തെ മടി പിടിച്ചത് കാരണമാണ് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് വരുന്നത്. എന്നാലും ഞാൻ തളരാതെ വീണ്ടും ഞാൻ എന്തിനാണോ ഇറങ്ങി പുറപ്പെട്ടത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ഉദ്ദേശിച്ചേക്കുന്ന പോലെ അടുത്തെങ്കിലും എത്താൻ പറ്റുമെന്ന്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈസി ട്രീ മേക്കിംഗ് ഉണ്ടല്ലോ, ബക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ കമ്പ് വെച്ച് അതിൽ മുളയാണ് വെക്കുന്നത്. നമ്മുടെ ഇവിടെ മുള കിട്ടാനില്ല, പിന്നെ എന്ത് കമ്പായാലും കുഴപ്പമില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അച്ഛൻ എനിക്ക് വളരെ ഗംഭീരമായിട്ട് ബക്കറ്റൊന്നും ഇല്ലാണ്ട് താഴെ ഒക്കെ ജോയിൻ ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ഈ ഒരു കമ്പ് വെട്ടാനും എനിക്ക് പോകേണ്ടി വന്നില്ല. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ പോയി വെട്ടാം എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഗ്രീന് പിന്നെ സിൽവർ അങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ വെച്ചേക്കുന്ന അത്രയും നീളത്തിലാണ് ഞാൻ ഗ്രീൻ വെച്ചത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ സിൽവറാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. സിൽവർ വെച്ച് റൗണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ടൊരു ചിന്ത അലട്ടുമായിരുന്നു. ഈ സിൽവർ വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. സിൽവർ കുറച്ച് ഒരു മാതിരി ഒരു ഓവറായ പോലെ എനിക്കിങ്ങനെ റൗണ്ട് ചെയ്തപ്പോൾ തോന്നി. കാരണം ട്രീ എന്ന് പറയുമ്പോഴേ ഗ്രീൻ ആണല്ലോ, പിന്നെ ഒരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡോ സിൽവർ ഷെയ്ഡോ വരുന്ന പോലെ അല്ലല്ലോ ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ആത്മവിശ്വാസം കളഞ്ഞില്ല ഗൈസ്. പിന്നെ നിങ്ങൾ ഇപ്പം കാണുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഉള്ളതാണ് കേട്ടോ. പകുതി വരെ ആയപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞില്ലേ ആ ട്രീ ഫുള്ള് എനിക്ക് ആ വാങ്ങിച്ച ഗ്രാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായെന്ന്. അതുപോലെ തന്നെ പകുതി എത്തിയപ്പോഴത്തേക്കിനും ഗ്രാസ് തീർന്ന്. പിന്നെ ഞാൻ പോയി ഗ്രാസ് വാങ്ങിച്ച് അടൂരാണ് കേട്ടോ പോയത്. നൂറിനാടൊക്കെ കുറേ തപ്പി നടന്നിട്ട് അന്ന് കിട്ടിയില്ലല്ലോ. അപ്പോൾ പിന്നെയും നൂറിനാട്ടോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ അടൂരേക്കാണ് കേട്ടോ പോയത്. അടൂർ ചെന്നപ്പോഴത്തേക്കിനും അടൂരും അധികം ഞാൻ വിചാരിച്ച പോലെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കിനും അവിടുന്ന് ഗ്രാസ് വാങ്ങിച്ച് അവിടുത്തെ ഗ്രാസിന് 40 രൂപയായിരുന്നു ഒരെണ്ണത്തിന്. പിന്നെ ദേ നമ്മൾ വാങ്ങിച്ച വലിയ സാൻഡ ഞാൻ തൂക്കാൻ പോവാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഗ്രാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ഗ്രീനായിരുന്നു. ആ ഗ്രാസ് നമ്മൾ ആദ്യം വാങ്ങിച്ച 25 രൂപയുടെ ഗ്രാസിനേക്കാളും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിരുന്നു. ഒരു റൗണ്ട് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോഴേ അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായിരിക്കും 40 രൂപ. ഞാൻ നേരത്തെ അടൂരോട്ട് പോയാൽ മതിയായിരുന്നു. പിന്നെ നൂറിനാടൊക്കെ ഇപ്പോൾ സിറ്റി ആയത് കാരണം അവിടെയൊക്കെ എല്ലാം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ വിചാരം എന്നെ ചതിച്ചു ഗൈസ്. പിന്നെ കുറച്ച് ഗ്രാസ് ബാക്കി വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു റീത്ത് ഞാൻ മറ്റേ മീഷോയിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും നല്ല റേറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബാക്കി വന്ന ഗ്രാസ് വെച്ചൊരു റീത്തൂടെ ഉണ്ടാക്കാമെന്ന്. പണ്ടേ ഞാൻ മന്ദബുദ്ധിയും ചെയ്യുന്നതെല്ലാം അബദ്ധവും ആണെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും ഇടയ്ക്ക് എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ മന്ദബുദ്ധിത്തരം ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. ഈ ഒരു അടപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ബക്കറ്റ് കിട്ടിയായിരുന്നു. ആ ബക്കറ്റ് അടയ്ക്കാനുള്ള അടപ്പാണ് കേട്ടോ.
എനിക്ക് മറ്റേ കാർഡ്ബോർഡ് വെട്ടിക്കീറാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഈ അടപ്പിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഹോളുണ്ടല്ലോ, അപ്പം ഇത് തന്നെ അങ്ങ് റീത്താക്കാന്ന്. 3 ഗ്രാസ്, ഇപ്പം ഞാൻ ഈ ഒരു റൗണ്ട് ചെയ്യുന്ന ഈ ഗ്രാസ് കണ്ടോ, ഇതിലത്തെ 3 ഗ്രാസാണ് ബാക്കി വന്നത്. പക്ഷേ ഈ ഒരു അടപ്പ് ഭയങ്കര വലുതായത് കാരണം ആ 3 കൊണ്ട് ഇത് കവർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ എങ്ങനെയും ഒപ്പിക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊട്ടൻ്റെ മാവേറ് പോലെ എങ്ങാനും ശരിയായാലോ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഞാൻ ഇരുന്ന് ബുദ്ധിമുട്ടി അത് ചെയ്യുന്നത്. പകുതി എത്തിയപ്പോഴേ എനിക്ക് സംഭവം മനസ്സിലായി ഇത് വർക്കൗട്ട് ആവത്തില്ല. കാരണം ഈ ഒരു റൗണ്ട് ഫുള്ള് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ 5-6 ഗ്രാസെങ്കിലും വേണം. എനിക്കാകെ 3 ഗ്രാസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും പിന്നെയും തോക്കത്തില്ല എന്നുള്ളൊരു നിർബന്ധം കൊണ്ട് ഞാൻ വീണ്ടും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ലിയോണയും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി ഞാനിത് ഉണ്ടാക്കുന്നത്. കുഞ്ഞു കുട്ടികളല്ലേ, അവർ ക്രിസ്മസ് വന്നെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് ലിയോണ എല്ലാം എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുരുത്തക്കേടൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ കാണാതെ എന്തെങ്കിലും വരിക്കും, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യത്തൊന്നുമില്ല. ഇങ്ങനെ റൗണ്ട് അടിച്ച് എല്ലാം ഇങ്ങനെ നോക്കുകയും ഓരോ സംശയങ്ങൾ എന്നോട് ചോദിക്കുമായിരുന്നു കേട്ടോ. ഇതെന്തുവാ അങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അങ്ങനെ റൗണ്ട് ചെയ്ത് ലാസ്റ്റിലത്തെ ഗ്രാസാണ് കേട്ടോ ഞാനിപ്പോൾ റൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ അകത്തിയാണ് റൗണ്ട് ചെയ്തത്. അങ്ങനെ അതത്രയും റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ചെറിയൊരു മനസ്സുഖം കിട്ടി. എന്നിട്ടത് ശരിയാവത്തില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പോയിട്ട്, എനിക്ക് മടിയായിരുന്നല്ലോ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്യാനൊക്കെ, എന്നിട്ട് ഞാൻ പോയി കാർഡ്ബോർഡ് കട്ട് ചെയ്ത് കാർഡ്ബോർഡിൻ്റെ അകത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതിലെന്തായാലും അടിപൊളിയാവുമെന്ന് എനിക്കറിയാം. കാരണം ഇത് അടിപൊളിയായിട്ടിരിക്കും. കാരണം ചെറിയ കാർഡ്ബോർഡല്ലേ, അപ്പം അതിൻ്റെ അകത്ത് 3 എണ്ണം സിമ്പിളായിട്ട് റൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ചിലപ്പം മറ്റേതിൽ എങ്ങനെയെങ്കിലും ഒന്ന് സ്യൂട്ടായാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ലാസ്റ്റ് വരെയും അതിലിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റൗണ്ട് ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് പിന്നെ ലാസ്റ്റ് എല്ലാം റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ഒരു ഗ്രാസ് വാങ്ങാൻ പോയപ്പോൾ ഗ്രാസ് മാത്രമല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചത്, അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചായിരുന്നു. എനിക്കൊരു റെഡ് കളർ ബോൾ വേണമായിരുന്നു. അത് ഈ റീത്തിൻ്റെ അകത്തും അതുപോലെ തന്നെ ട്രീക്കകത്തും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാതെ മറ്റേ സ്പോഞ്ച് പോലത്തെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് നൂറിനായിട്ടൊന്നും അതൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഈ ഗ്രാസ് വാങ്ങാൻ പോയപ്പോൾ അവിടെ അതിരിക്കുന്നതുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ കുറച്ച് കുഞ്ഞ് സ്റ്റാറുകൾ വാങ്ങിച്ച് ഈ ഒരു ക്രിസ്മസിന് ഞാൻ അത്യാവശ്യം ക്യാഷ് പൊടിച്ചു ഗൈസ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ ക്രിസ്മസ് കൂടാൻ പറ്റിയില്ലെങ്കിലോ. ഞാൻ ജോലിക്ക് കയറിയപ്പോഴത്തേക്കിനും എനിക്ക് വീട്ടിൽ ക്രിസ്മസ് കൂടാൻ പറ്റിയില്ലല്ലോ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഒരു കാരണം വരുമ്പോൾ നമുക്ക് ക്രിസ്മസ് കൂടാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചെന്നെങ്കിലും പറയാമല്ലോ, ഇത്രയൊക്കെ ചെയ്തെന്ന് പറയാമല്ലോ. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും ചീത്തയായി പോകുന്നതല്ലല്ലോ. നമുക്ക് ഈ ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് ഊരിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. പൈസ കുറേ പൊട്ടിച്ചെങ്കിൽ അങ്ങനെ സമാധാനിക്കാമല്ലോ. കാരണം അടുത്ത ക്രിസ്മസിന് ചിലപ്പോൾ നമുക്ക് പുതിയത് വാങ്ങണ്ടല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും കണസാ സാധനങ്ങൾ മാത്രം പുതിയത് വാങ്ങിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം സൂക്ഷിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ, ആ ഒരു സമാധാനമുണ്ട്. അങ്ങനെ ഗൈസ് എല്ലാം കഴിഞ്ഞു. ട്രീയും ഉണ്ടാക്കി, അതുപോലെ തന്നെ റീത്തും ഉണ്ടാക്കി. ഇത് സന്ധ്യ സമയത്തെ ആ ഉള്ളൊരു ലുക്കാണ് കേട്ടോ. ഈ സാൻഡ കേട്ടോ, ഇത് നമ്മൾ വാങ്ങിച്ച വലിയ സാൻഡയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫസ്റ്റത്തെ എൻ്റെ ട്രീ ഞാൻ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലത്തെ പകുതി ഞാൻ ചെയ്ത് വെച്ചിരുന്നത് അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കല്ല, ഒരുമാതിരി ഒരു തിളക്ക ഗ്രീനും തിളക്ക വൈറ്റും ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോഴത്തേനും അച്ഛൻ എന്നെ കളിയാക്കിയായിരുന്നു. ഇങ്ങനെയാണോ ട്രീ എന്ന് പറയുമ്പോൾ ഗ്രീൻ അല്ലേ വരുന്നത്, ഇതെന്തിനാ നീ വെള്ള വാങ്ങിച്ചതെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയായിരുന്നു. ഇവിടെ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു സൗണ്ട്. അപ്പോൾ എന്നെ കളിയാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്കതൊരു പൂർത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നോട് എന്തെങ്കിലും അത് ശരിയായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി ചെയ്യാനായിട്ട്
എനിക്ക് പറ്റും. കാരണം മീൻസ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വിഷമിക്കത്തൊന്നുമില്ല. പിന്നെ എൻ്റെ മനസ്സിൽ മൊത്തം അത് മാറ്റണം എന്നായിരുന്നു. ഭാഗ്യവശാൽ പകുതി ആയപ്പോഴത്തേക്കിനും ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഗ്രാസ് പോലത്തെ സംഭവം തീർന്നായിരുന്നു. പിന്നെ ഞാൻ അപ്പം തന്നെ പോയിട്ട് ഈ ഗ്രീൻ കണ്ടോ, ഏതാ ഈ ഒരു ഗ്രീനും അതുപോലെ ഈ ഒരു ഗ്രീനിൽ വൈറ്റ് വരുന്ന ഈ ഒരെണ്ണവും കൂടെ പോയി വാങ്ങിച്ച്. അതിന് എത്ര രൂപയാണ്? 40 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പം അത് വാങ്ങിച്ചിട്ട് അത് ഞാൻ അത്യാവശ്യം കൂടുതൽ വാങ്ങിച്ച് ഇതിൽ ഫുള്ള് റോള് ചെയ്തപ്പോഴത്തേക്കിനും എൻ്റെ ട്രീ ആകെ മാറി. പിന്നെ അന്ന് നമ്മൾ വാങ്ങിച്ച ചെണ്ട, കുഞ്ഞ് സാൻഡ, നൂറിനാടൊക്കെ ഞാൻ ഈ ബെല്ലിന് ഒത്തിരി നടന്നു കേട്ടോ. അവിടെ ഒന്നും ബെല്ലില്ലായിരുന്നു. പിന്നെ ഇന്നലെ ഈ ഒരു ഗ്രാസ് വാങ്ങാനായിട്ട് പോയപ്പം അടൂരിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ അതാ ഈ ഒരു ഉണ്ട കണ്ടോ, ഇത് അടൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതൊക്കെ നൂറിനാട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതൊക്കെ അടൂരേ കാണത്തുള്ളൂ. അടൂരും വലുതായിട്ടില്ല കേട്ടോ. കുറേ ഞാൻ നടന്ന് എന്നുവെച്ചാൽ ക്രിസ്മസ് കടയുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ എനിക്ക് ഗ്രാസ് ബാക്കി വന്നായിരുന്നു. അത് ഞാൻ ഒരു റീത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റീത്ത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വേറൊരു വട്ടമുള്ള വലിയ സാധനം അടപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷെ ഈ ഗ്രാസ് തികയാത്ത കാരണം പിന്നെ കാർഡ്ബോർഡിൽ ചെയ്യേണ്ടി വന്നു. കാർഡ്ബോർഡ് വെട്ടാനുള്ള മടി കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക്കിൽ ചെയ്തത്. പിന്നെ നമ്മൾ ഇടത്തരം സാൻഡേ വാങ്ങിച്ചായിരുന്നു. അത് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര നന്നാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു ട്രീ ആയിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും. ട്രീ ആയിട്ട് മാത്രമല്ല, ഇത്രയും വലുതല്ല, ഇതിലും ചെറുത് വാങ്ങാൻ തന്നെ നല്ല റേറ്റ് ആവും. അതുപോലെ തന്നെ ഞാൻ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കിയായിരുന്നു ഇതുപോലത്തെ റീത്തിന് 250, 380 അത്രയൊക്കെ റേറ്റ് വരുന്നത്. പക്ഷേ ആ ഒരു സെയിം സാധനം അല്ലെങ്കിലും നമുക്കൊരു റീത്തെന്ന് തോന്നിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയില്ലേ. അപ്പോൾ അത് ആശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ ലൈറ്റ് കണ്ടോ, ഇത് പഴഞ്ചൻ ലൈറ്റാണ് കേട്ടോ. ജാമ്പുവാൻ്റെ കാലത്തുള്ള ലൈറ്റാണ്. അതിൻ്റെ ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ജാമ്പുവാൻ്റെ കാലത്തുള്ള ലൈറ്റാണ്. പണ്ടെന്നോ ഇതുപോലെ അച്ഛനാണെങ്കിൽ ക്രിസ്മസിന് ഇങ്ങനെയൊക്കെ സാധനം വാങ്ങിക്കുമ്പം നമ്മൾ എടുത്ത് വെക്കുമല്ലോ, അങ്ങനെ വെച്ചിരുന്ന ലൈറ്റാണ്. ക്രിസ്മസ് ആകുമ്പോൾ അച്ഛൻ വെളിയിൽ മരത്തിലാട്ടോ തൂക്കുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പം മരത്തിലാണ് തൂക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു LED ലൈറ്റ് ഇതുപോലത്തെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ കുത്തുന്ന സൂന ചെറുതായതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കഷ്ടപ്പാട്. പിന്നെ അച്ഛൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കഴിഞ്ഞ ദിവസം മരം വെട്ടിയതിന് അന്ന് തന്നെ അച്ഛൻ ചോദിച്ചായിരുന്നു ഉണ്ടാക്കണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.